എനിക്കറിയില്ല. അങ്ങനെ ലത്തീൻ സഭ സമ്മർദ്ദം ചെലുത്തിയൊന്നും എനിക്കറിയില്ല. ലത്തീൻ സഭ അങ്ങനെ ഒരു സമ്മർദ്ദം ചെലുത്തിയിട്ട് ഇന്നയാളെ വേണം ഇന്നയാളെ വേണ്ട എന്ന് പറഞ്ഞതായിട്ട് എനിക്കറിയില്ല. ഈ ചട്ടങ്ങളൊന്നും പാലിക്കാതെ പോയതിലൊരു നീക്കമില്ലേ? എനിക്കറിയില്ല. അങ്ങനെ ഒരു കൂട്ടായ നീക്കമാണോ അങ്ങനൊന്നും എനിക്കറിയില്ല. പക്ഷേ കൗൺസിലർമാരിൽ നിന്നും അഭിപ്രായം തേടിയത് സുതാര്യമായിരുന്നെങ്കിൽ കീർത്തി മേരി വർഗീസിന് ഇവരുടെ പിന്തുണ കൂടുതൽ ലഭിക്കുമായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, എന്നെ ഏൽപ്പിച്ച ആള് പ്രതിപക്ഷ നേതാവാണ്. ഞാനത് വർക്ക് ചെയ്തു. ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിലല്ല ഞാൻ വർക്ക് ചെയ്തത്. എനിക്ക് ഗ്രൂപ്പിന് അതീതമായി എല്ലാ പാർലമെന്ററി പാർട്ടി അംഗങ്ങളുടെ ബഹുഭൂരിപക്ഷം ആളുകളുടെയും പിന്തുണയുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഒരു മത്സരത്തിന് വേണ്ടി ശ്രമിച്ചിട്ടുമില്ല. ഇടയിൽ പാർലമെന്ററി പാർട്ടി അംഗങ്ങൾക്കിടയിൽ ഒരു മത്സരമുണ്ടാക്കി എനിക്ക് ഭൂരിപക്ഷം നേടണം എന്നുള്ള നിലയ്ക്ക് ഞാൻ പ്രവർത്തിച്ചിട്ടില്ല. ഞാൻ അതിനുവേണ്ടി ഒന്നും ചെയ്തിട്ടുമില്ല. അങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്തോന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് അവരുടെ എല്ലാം പിന്തുണ എനിക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അർഹിച്ച അംഗീകാരം ഏതെങ്കിലും വ്യക്തികളോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയോ ചേർന്ന് ഇല്ലാതാക്കിയിട്ടുണ്ടോ? അങ്ങനെ ഒരു ഇത് അർഹിച്ച അംഗീകാരം എന്നൊക്കെ പറയുന്നത് ഈ ഒരു പദവിയെ പറ്റിയാണല്ലോ പറയുന്നത്. ഈ ഒരു പദവി ഇതിന്റെ ഒരു അൾട്ടിമേറ്റ് കാര്യമാണ്. എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ടൊന്നും ഞാൻ കരുതിയിട്ടില്ല. ഞാൻ ഇന്നലെയും അത് പറഞ്ഞു. ഞാൻ ഇതെന്റെ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമൊന്നും ഞാൻ നടത്തിയിട്ടില്ല. പാർട്ടി പറഞ്ഞത് ചെയ്തു എന്നതിനപ്പുറം ഞാനൊന്നും ചെയ്തിട്ടില്ല. വലിയ ഉത്തരവാദിത്തം തന്നെ. ആ ഉത്തരവാദിത്തം തരുമ്പോൾ ആ പദവി അർഹിച്ചതുകൊണ്ടാണല്ലോ അങ്ങനെ പറഞ്ഞത്, അല്ലെങ്കിൽ അപ്പൊ അത് പ്രതീക്ഷിക്കുകയും ചെയ്യും. എനിക്ക് ഒരു കാര്യത്തിൽ അഭിമാനമുണ്ട്. കൊച്ചി നഗരസഭയുടെ ഭരണം കഴിഞ്ഞ 5 വർഷത്തെ ഇടതുപക്ഷത്തിന്റെ ഭരണം അവസാനിപ്പിച്ച് UDFന് അത് പിടിക്കാൻ കഴിഞ്ഞതിൽ ചുക്കാൻ പിടിക്കാൻ ഞാനും കൂടി ഉണ്ടായിരുന്നു. ഞാനും അതിനൊപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഏറെ അഭിമാനത്തോടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. എനിക്ക് മേയർ പദവി കിട്ടുമോ കിട്ടില്ലയോ എന്നുള്ളതൊക്കെ അതൊരു പ്രസക്തമായ കാര്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. അത് കിട്ടണമെന്ന് നേതൃത്വം ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അത് തരുമായിരുന്നു. പിന്നെ എന്തുകൊണ്ട് കിട്ടിയില്ല എന്നൊക്കെ ഉള്ളതോ അല്ലെങ്കിൽ പാർട്ടി പ്രോസസ്സ് നടത്തിയതിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ പാർട്ടിയുടെ നേതൃത്വം വിലയിരുത്തട്ടെ. എനിക്ക് അതിനെക്കുറിച്ച് പ്രത്യേകമായി ഒന്നും പറയാനില്ല. കോർ കമ്മിറ്റി വിളിച്ചു കൂട്ടാതെ ഏകപക്ഷീയമായി മേയറെ പ്രഖ്യാപിച്ചു. ദീപ്തിയെ വെട്ടാനുള്ള അജണ്ടയാണ് നടപ്പാക്കിയത്. അജയ് തറയിൽ പറഞ്ഞതാണ്. അല്ല, അത് അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. അല്ല, കൊച്ചിയിലെ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് UDF നേതൃത്വമാണ്. കോൺഗ്രസിന്റെ നേതൃത്വം ഒരു പവർ ഗ്രൂപ്പ് ആണെന്നാണല്ലോ ഇപ്പൊ തെളിയിച്ചിരിക്കുന്നത്. UDF ഇത്രയും 46 സീറ്റുകൾ തിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതമായി പോലും വലിയ ഷോക്കാണ് CPMന്റെ ചില സ്ഥലങ്ങളിൽ ഉണ്ടായിരിക്കുന്നത് അവർക്ക്. അപ്പോൾ അത് തിരിച്ചു പിടിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും വലിയൊരു കാര്യമാണ്. ഈ KPCC നിരീക്ഷകൻ വന്നില്ല എന്ന് പറയുന്നതിനൊപ്പം തന്നെ അവിടെ ആ മീറ്റിംഗിൽ പങ്കെടുത്ത 2 പ്രധാനപ്പെട്ട ഗ്രൂപ്പ് നേതാക്കളാണ്. ഈ കണക്കടക്കം പുറത്തേക്ക് വന്നത് ഏത് വഴിയാണെന്ന് വളരെ കൃത്യമായിട്ട് കണക്ക് എനിക്കറിയില്ല. കാരണം കണക്ക് ഞാൻ കണ്ടിട്ടില്ല, എന്നെ കാണിച്ചിട്ടില്ല, കോർ കമ്മിറ്റിയും കണ്ടിട്ടില്ല. എനിക്ക് അതുകൊണ്ട് അതിനെപ്പറ്റി അറിയില്ല. അങ്ങനെ ഒരു കണക്ക് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കണക്ക് പറഞ്ഞ ആളോട് അതൊന്ന് വിശദീകരിക്കാൻ പറയണം. KPCC നിരീക്ഷകൻ പങ്കെടുക്കാത്ത യോഗത്തിൽ 2 ഗ്രൂപ്പ് നേതാക്കളെ വെച്ച് തീരുമാനമെടുത്തതിൽ തന്നെ ഗുരുതരമായ വീഴ്ച DCCക്ക് സംഭവിച്ചിട്ടില്ലേ? KPC സർക്കുലർ അനുസരിച്ച് വേണമായിരുന്നു ആ പ്രോസസ്സ് നടത്താൻ. അത് നടത്തിയില്ല. ആവർത്തിച്ച് KPCCയുടെ നോംസ് ലംഘിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ മാഡം പ്രധാനമായിട്ടും വിരൽ ചൂണ്ടുന്നത് DCC നേതൃത്വത്തിനെതിരല്ല. അത് ഓപ്പണായിട്ട് പറയാനൊരു പ്രശ്നമുണ്ടോ? അല്ല, KPCCയുടെ അല്ല, ഒരാളല്ലല്ലോ ഇത് ഒരു കോർ കമ്മിറ്റി ഇതിനുണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഒരു കോർ കമ്മിറ്റി ഉണ്ടായിരുന്നു. ഇന്നലെ അത് കോർ കമ്മിറ്റി വിളിച്ച് അതിനു മുൻപ് ഒരു പ്രഖ്യാപനം, ഈ അഭിപ്രായ വോട്ടെടുപ്പ് തേടിയതിനു ശേഷം കോർ കമ്മിറ്റി വിളിക്കുകയും അതിലൊരു പൊളിറ്റിക്കൽ ഡിസ്കഷൻ ഉണ്ടാവുകയും എന്നിട്ട് തീരുമാനമെടുക്കുകയും ചെയ്യുമെന്നായിരുന്നു എന്നോട് അറിയിച്ചിരുന്നത്. ഞാനും കോർ കമ്മിറ്റി അംഗമാണ്. പക്ഷേ ഇന്നലെ വൈകുന്നേരം വരെ കോർ കമ്മിറ്റി വിളിച്ചിട്ടില്ല. അതെന്താണ് വിളിക്കാത്തതെന്നുള്ളത് അത് DC പ്രസിഡന്റ് തന്നെ പറയട്ടെ. എനിക്കറിയില്ല എന്തുകൊണ്ട് വിളിച്ചില്ല എന്നുള്ളത്. അത് നേതാക്കന്മാരെ ഫോണിൽ വിളിച്ച് ചോദിക്കാനല്ല പറഞ്ഞിരുന്നത്. കോർ കമ്മിറ്റി കൂടി ഒരു തീരുമാനമെടുക്കണം എന്നുള്ളതായിരുന്നു കൂട്ടായി എടുത്ത ഒരു ധാരണ അതായിരുന്നു. അങ്ങനെ നടന്നതായിട്ട് അറിയില്ല. കോർ കമ്മിറ്റി അങ്ങനെ വിളിച്ചതായിട്ട് എനിക്കറിയില്ല. വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ ഏറ്റവും അടിസ്ഥാനമായി അവർ മുന്നോട്ട് വെക്കുന്നത്, DCC അടക്കം മുന്നോട്ട് വെക്കുന്നത്, ഈ കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് നടന്ന ആ കൗൺസിലർമാരുടെ അഭിപ്രായ സർവേയാണ്. അതിൽ വലിയ വീഴ്ച സംഭവിച്ചെന്നാണ് താങ്കൾ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ അകത്ത് അട്ടിമറി എന്നൊന്നും അതിനെ പറയാൻ പറ്റില്ല. KPCCയുടെ സർക്കുലർ പാലിക്കപ്പെടണം. ഇപ്പം തൃശ്ശൂർ ഇപ്പോൾ ഇതുപോലെ തന്നെ വന്നിട്ടുണ്ട്.
അതിൻ്റെ അകത്ത് ഒന്നിലധികം ആളുകൾ വന്നാൽ, നഗരസഭകളിൽ ഒന്നിലധികം ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് തീരുമാനമാകാതെ വരുന്നെങ്കിൽ അത് KPCCക്ക് വിടണം എന്നുള്ളതായിരുന്നു KPCC സർക്കുലർ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ അത് ഒരു നിരീക്ഷകൻ വന്ന് അഭിപ്രായം എടുക്കണം എന്നതായിരുന്നു സർക്കുലറിൽ പറയുന്നത്. അത് ആ ഒരു പ്രോസസ്സ് നടന്നിട്ടില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടോ? അവരെന്തെങ്കിലും മറുപടി? അല്ല, അതറിയാം, ഞാൻ അറിയിക്കേണ്ട കാര്യമില്ലല്ലോ. അത് KPCC പ്രസിഡന്റിനും ഒക്കെ അറിയാവുന്ന കാര്യമാണല്ലോ. അദ്ദേഹം അറിയാതെ ഇവിടെ അങ്ങനെ ഒരു അദ്ദേഹത്തിന് അറിവുള്ളതാണ്. അങ്ങനെ ഒരു നിരീക്ഷകനെ വിട്ടിട്ടുമില്ല. ഇവിടെ നിന്ന് അങ്ങനെ ഒന്നിലധികം പേരുകൾ വന്നു എന്നുള്ള ഒരു കാര്യം KPCC അറിയിച്ചിട്ടുമില്ല.